അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദീന് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതെല്ലാവർക്കും ഒരുപോലെ നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. പണ്ഡിതന്മാർക്ക് ആ തലത്തിലും സംഘടിപ്പിക്കാൻ കഴിയുന്നവർക്ക് ആ മേഖലയിലും അതിന് സാമ്പത്തികമായി സഹകരിക്കാൻ കഴിയുന്നവർ ആ രംഗത്തും, അങ്ങനെ അള്ളാഹു നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മരണം വരെ ഈ ദീനിന്റെ പ്രബോധന രംഗത്ത് നിരതരാവേണ്ടതുണ്ട്. സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പ്രയാസപ്പെടുന്നവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതൊന്നും ആ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും വലിയ എതിർപ്പുകളൊന്നുമില്ലാത്ത സമയത്ത് അത് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതല്ല ശരിയായ രീതി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും പല ആളുകൾക്കും ഈ തൗഹീദി പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകുന്നതിൽ ഇപ്പൊ പല ആളുകളും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യം, ഇപ്പൊ സംഘടനയിലൊക്കെ വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. വിവിധ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, ഇതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഞാൻ ഈ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അല്പം ഈ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ചിലരെയെങ്കിലും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല നിലക്കും ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ഈ വേദിയിലും സദസ്സിലും ഒക്കെയുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നത്തിൽ ഇവരാരും യാതൊരു നിലക്കുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നത് വസ്തുനിഷ്ഠമായി കാര്യം മനസ്സിലാക്കുന്ന ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിനെന്തു വേണം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ നമ്മളെ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ, വീട്ടില് ചെറിയ കുട്ടിക്ക് പനിയാണ്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഉടനെ പിന്നെ കേൾക്കുന്നത് ഭാര്യ അടുക്കളയിൽ വീണു, കൈയൊടിഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ ഭാര്യയെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഫോൺ വരുന്നത്, വീട്ടിൽ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നാക്കി നമ്മൾ ഉമ്മയെയും കൊണ്ടുപോകും. അപ്പോഴാണ് വീണ്ടും വിളി വരുന്നത്, എന്ത്, ഇതാ നമ്മുടെ തൊട്ടടുത്തുള്ള ആ തെങ്ങ് വീടിന്റെ മുകളിലൂടെ വീണിട്ടുണ്ട്. 4 പ്രശ്നമായി. അപ്പൊ എന്താ ഇയാള് പറയണം അവിടുന്ന്, എന്ത്, ഇനി വീട്ടിൽ എല്ലാ പ്രശ്നവും തീരട്ടെ എന്നിട്ടേ ഞാൻ വീട്ടിൽ കൊള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടുംബനാഥനെ പറ്റി നമ്മൾ എന്തു പറയും? അയാൾക്ക് വീടിനോട് ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? അതാണോ യഥാർത്ഥത്തിൽ കുടുംബസ്നേഹം എന്ന് പറയുന്നത്? നാം ഏറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിൽ ചില പ്രയാസങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ അതെല്ലാം ഒന്ന് തീരട്ടെ, ഒന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണോ ആദർശ സ്നേഹം, സംഘടനാ സ്നേഹം, പ്രസ്ഥാന സ്നേഹം എന്ന് പറയുന്നത്? അല്ല. എന്ത് സംഭവിച്ചു അത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് കാര്യമെന്നറിയണം. ആ കാര്യമറിഞ്ഞ് അതിന്റെ സത്യാസത്യ വിവേചനത്തോടുകൂടി മനസ്സിലാക്കി അതിന്റെ യാഥാർത്ഥ്യത്തോടൊപ്പം നിന്ന് പടവരുതാൻ മുന്നിൽ നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഒരു സമീപനമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു 3 കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ചുരുക്കി പറയാം. അതിൽ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ KM മൗലവി മുതൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അതേപോലെ തന്നെ ഉമർ മൗലവി, KP മുഹമ്മദ് മൗലവി, മുഹമ്മദ് അമാനി മൗലവി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തെ നയിച്ച ഒരു കാലഘട്ടം, ഒന്നാമത്തെ കാലഘട്ടം. ആ കാലഘട്ടം ശരിയായ പ്രമാണങ്ങളോട് ശരിയായ സമീപനം പുലർത്തിയ കാലഘട്ടമാണ്. വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത കാലഘട്ടമാണ്. ജീവിത വിശുദ്ധി പാലിച്ച കാലഘട്ടമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങളെടുത്ത കാലഘട്ടമാണ്. സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കാലഘട്ടമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുള്ളതും മനസ്സിൽ വിചാരിച്ചു വെച്ചൊരു കാര്യമാണ്, എന്ത്,
ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ ചെറുപ്പക്കാരുടെയൊക്കെ താടി നീളാൻ തുടങ്ങിയത്. ഇത് മുമ്പൊന്നുമില്ല. ഇപ്പൊ ആരൊക്കെയോ ഇതെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുമ്പൊന്നുമില്ലാത്തതാണ് എന്ന് ഒന്ന് പുറത്തു പറയുന്നവരുമുണ്ട്, എന്നാൽ ഉള്ളിൽ വിചാരിക്കുന്നവരുമുണ്ട്. ശരിയല്ലാതെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബഹുമാന്യനായ KP-യുടെയും ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെയും അതുപോലെ KM മൗലവിയുടെയും ഒക്കെ ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കുണ്ടോ, ഈ നെഞ്ചുവരെ താടിയുള്ള ആളുകളായിരുന്നു അവരൊക്കെ. അതിന്റെ അർത്ഥം എന്താ? അന്ന് നമ്മളെ നയിച്ചിരുന്ന ആളുകൾക്ക് ഈ താടിയും അതുപോലെ തന്നെ സുന്നത്തിന്റെ അടയാളങ്ങളും മതത്തിന്റെ ശിആറുകളും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഒരു ഇടക്കാലം നമുക്കുണ്ടായിട്ടുണ്ട്. ആ ഇടക്കാലത്ത് ഇതൊക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചരിത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ, സാത്വികരായ പണ്ഡിതന്മാർ, ഇതിനെ രൂപീകരിച്ച പണ്ഡിതന്മാർ മെല്ലെ മെല്ലെ അവര് വിടവാങ്ങുകയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുകയും ചെയ്തു. അതിന് പകരം പിന്നീട് വന്ന പല ആളും, എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ പ്രധാനമായും അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ നേരത്തെയുള്ള നമ്മുടെ നിലപാടുകളിൽ നിന്നും മാറിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ച് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, റുഖിയ ശറഈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഹദീസിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അമാനി മൗലവിയും KM മൗലവിയും വെച്ചു പുലർത്തിപ്പോന്നിരുന്ന നേരത്തെയുള്ള നിലപാടിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചതും അദ്ദേഹം ആ രീതിയാണ് പിന്നീട് ഉപയോഗിച്ചതും. ആ രംഗത്തിലെ ഗ്രന്ഥരചന തുടങ്ങി, പ്രസംഗം തുടങ്ങി, കാര്യങ്ങൾ മുന്നോട്ട് പോയി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നോട്ട്സും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുമൊക്കെ കൂടുതൽ ദായിമാരെ സ്വാധീനിക്കുകയും അവരത് അങ്ങനെ തന്നെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു ഇടക്കാലത്തുണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് അത് നടന്നു. മറുഭാഗത്ത് 2002 ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ മടവൂർ വിഭാഗത്തിന്റെ ISM ഇതിനെ ഒരു കേവല നവോത്ഥാന സംഘടന എന്ന രൂപത്തിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിക്കൊണ്ടുപോയി. പണ്ഡിതന്മാർ എടുക്കേണ്ട ക്ലാസുകൾ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും എടുക്കുന്ന സമീപനമെത്തി. ഖതീബുമാർക്ക് അവർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. NP മുഹമ്മദിനെ പോലെ, NP ഹാഫിസ് മുഹമ്മദിനെ പോലെ, അതുപോലെ തന്നെ സുകുമാർ അഴീക്കോടിനെ പോലെ, സിവിക് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ അത്തരം മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വന്നു. അത് സ്വാഭാവികമായും അവരുടെ മനസ്സിലുള്ള ചില ചിന്തകൾക്ക് അമിതമായ പ്രാധാന്യം വന്നു. അതാണ് ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. അത് പള്ളിയിൽ നിന്ന് വരി ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തി. എന്തിന്റെ കാരണം? ഇതത്രയും മോശമായൊരവസ്ഥയിലേക്ക് നമ്മുടെ ഗ്രാഫ് താഴ്ന്നു എന്നതാണ്. എന്താ ആശയ സമന്വയത്തിൽ ഉണ്ടായിരുന്നത്? പാപ്പാന്റെ കഥ. പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു വേശ്യസ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്, അതിലെ കഥാപാത്രമാണ്. വേശ്യപ്പെണ്ണിന്റെ കഥ പറയുന്ന നോവലുകൾ, കഥകൾ, ഇതൊക്കെയാണ് അതിലൂടെ വന്നത്. അവസാനം വർത്തമാനം പത്രത്തിലേക്ക് എത്തി. അഥവാ സാംസ്കാരികമായി വളരെ മോശമായ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇടക്കാലഘട്ടം പോയിട്ടുണ്ട്. മതരംഗം ഞാൻ നേരത്തെ പറഞ്ഞു, സലാം സുല്ലമി കൈകാര്യം ചെയ്തപ്പോൾ തന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സംഘടനാ രംഗം ഈ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ അത് പ്രശ്നമായപ്പോൾ 1999 ഇത് ചർച്ചയാവുകയും അങ്ങനെ ഈ പോക്ക് ശരിയല്ലെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുകയും 3 വർഷത്തെ സജീവമായ ചർച്ചകൾക്ക് ശേഷം ആ വിഷയത്തിൽ ചർച്ചകൾ നടക്കുകയും 2002 കൂടി അതിൽ തീരുമാനമുണ്ടാവുകയും 18 വിഷയത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി ചേർന്ന് തീരുമാനമെടുക്കുകയും ഈ ലൈന് നമുക്ക് ശരിയല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതിൽ ഏറ്റവും ഒന്നാമതായി പറഞ്ഞത് മൻഹജുസ് സലഫ് അഥവാ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുവാൻ സഹാബത്തിന്റെ മാർഗം, മുൻഗാമികളുടെ മാതൃകം സ്വീകരിക്കണം എന്നത് ഒരു പുതിയ വാദമാണെന്നാണ് ഇടക്കാലത്ത് അവര് പറഞ്ഞു പ്രചരിപ്പിച്ചത്. അത് ശരിയല്ലെന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും അതിന്റെ യഥാർത്ഥം നമ്മൾ മുൻകാലത്ത് തന്നെ സലഫികൾ എന്നറിയപ്പെടാൻ കാരണം ഈ മൻഹജുസ് സലഫ് അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മുൻകാലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന തീരുമാനമാണ് ആ 18 തീരുമാനങ്ങളിൽ സുപ്രധാനമായ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ ഈ 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഈ 10 വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ KM മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, KP മുഹമ്മദ് മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ കാലഘട്ടത്തിലേക്ക്, അതുപോലെയുള്ള ആളുകളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു നടന്നു. അഥവാ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നു എന്നതാണ് കഴിഞ്ഞ 10 വർഷം നടന്നത്. അതുകൊണ്ടാണ്
കെ മൗലവിയെ പോലെയുള്ള താടി നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകാൻ തുടങ്ങി. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെ, ഉമർ മൗലവിയെ പോലെയുള്ള താടി ഉണ്ടാകാൻ തുടങ്ങി. അവർ വിജ്ഞാനത്തിനോട് കാണിച്ച താല്പര്യം ഇളം തലമുറയിൽ ഉണ്ടാകാൻ തുടങ്ങി. അത് MSM ഉണ്ടായി, ISM ഉണ്ടായി, ഒരുപാട് മുതിർന്ന ആളുകളിലുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ പിതാവ് മരണപ്പെട്ടു പോയെങ്കിലും എന്റെ പിതാവ് മരിക്കുന്നതിന്റെ ഏകദേശം 1 വർഷം മുമ്പാണ് താടി വെക്കാൻ തുടങ്ങിയത്. അത് ഈ ഒരു പ്രബോധനത്തിന്റെ ഭാഗമാണ്, ഈ ഒരു ബോധ്യപ്പെടുത്തലിന്റെ ഭാഗമാണ്. കാരണം അതൊക്കെ മനസ്സിലായി, അത് അവർ തിരിച്ചറിഞ്ഞു. താടി വെക്കുക എന്നതും അത് നീട്ടുക എന്നതും ഒരു ഒലുവല്ല, അത് അതിരുകവിച്ചിലല്ല, അതൊക്കെ മതത്തിലുള്ളതാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖം പോലെ ആയിരിക്കണം നമ്മുടെ മുഖമെന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യണം. സുന്നത്തുകൾ സ്വീകരിക്കണം, ദിക്റുകൾ ഉണ്ടാകണം, ദുആകൾ ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം, ദീനിയായി ജീവിക്കണം. നമ്മളൊരു കേവല നവോത്ഥാന സംഘടനയല്ല. ഇത് ശരിയായ മൻഹജുസ് സലഫ് അനുസരിച്ചുകൊണ്ട് പരലോകം ലക്ഷ്യം വെച്ച്, സ്വർഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സംഘമാണെന്ന തിരിച്ചറിവ് 2002 കൃത്യമായി ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ആ ആദ്യ കാലഘട്ടത്തിലെ നയനിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷം നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ കാലഘട്ടം ഇന്നും ഏതൊരു പ്രവർത്തകനും ഓർക്കുന്നത് കണ്ണീരോടുകൂടി, സന്തോഷത്തിന്റെ കണ്ണീരോടുകൂടിയല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സീറോ ആകുമെന്ന് പറഞ്ഞു പോയവരാണ് മടവൂർ വിഭാഗം. എന്നിട്ട് അവർ സീറോ ആകുകയാണ് ചെയ്തത്. എറണാകുളം സമ്മേളനം, അതിനുശേഷം ചങ്ങരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, ലൈറ്റ് എക്സിബിഷൻ, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന മണ്ഡലം സമ്മേളനം, നാഥനെ അറിയുക നാളെയുടെ രക്ഷക്ക്, അതുപോലെ തന്നെ മതം ഗുണകാംക്ഷയാണ്, ദ ലൈറ്റ് എക്സിബിഷൻ, ഇങ്ങനെ തുടങ്ങി പ്രവാചകനെ അറിയുക, മതത്തെ അറിയുക, ഇസ്ലാമിനെ അറിയുക, ആ നന്മയിലേക്ക് തിന്മക്കെതിരെ, അങ്ങനെ തുടങ്ങി. ഡിസംബർ മാസമുണ്ടോ ചില കാലണ്ടറിന്റെ താളുകളിൽ ഡിസംബർ മാസം ഉണ്ടായിട്ടുണ്ടോ? ആ ഡിസംബർ മാസങ്ങളിലെല്ലാം കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ അതിശക്തമായ ദഅവാ പ്രവർത്തനങ്ങളുമായി നമ്മൾ വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങി. KNM-ഉം ISM-ഉം MSM-ഉം MGM-ഉം ഒരു കൈ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഈ പോക്കിൽ അസംതൃപ്തിയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നേരത്തെ പറഞ്ഞ ഈ സലാം സുല്ലമിയുടെ അത്തരം വാദങ്ങൾ തന്നെ മനസ്സിൽ സൂക്ഷിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അസ്വസ്ഥതകൾ വന്നു, പ്രയാസങ്ങൾ ഉണ്ടായി. അവർ സ്വാഭാവികമായും ഇതിന്റെ ഉള്ളിൽ സംഘടിക്കാൻ തുടങ്ങി. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിന് കൊട പിടിച്ചു കൊടുക്കാൻ ആദ്യം തനിക്കൊരാവശ്യം വന്നപ്പോൾ മൻഹജുസ് സലഫിനെ വളരെ വിശദമായി 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ അത്തരം അഖ്ലാനി സ്വഭാവമുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കുകയും അവർക്ക് നേതൃത്വം കൊടുക്കുകയും എന്നിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്നയാള്. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ചെറുതാക്കാനല്ല, വിവാദമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം കടന്നു വരാറുണ്ട് എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ പിളർപ്പിന്റെ സമയത്ത് അദ്ദേഹം വരികയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷമുള്ള 10 വർഷത്തിന്റെ ഇടയിൽ ഈ ക്യാമ്പയിനുകളും ഈ സാൽവേഷനുകളും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റോള് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, തടമ്പാട്ട് താഴത്തെ സാൽവേഷൻ നടക്കുമ്പോൾ ആ സാൽവേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകം മുഴുവൻ സന്തോഷിച്ച സമയമാണത്. ലോകം മുഴുവൻ സന്തോഷിച്ച സമയം, കേരളം മുഴുവൻ തടമ്പാട്ട് താഴത്തേക്ക് ഒഴുകിയ സന്ദർഭം, നമ്മുടെ പ്രതിരോധികളും എല്ലാവരും വന്ന ഒരു സന്ദർഭം, എല്ലാവരും സന്തോഷിച്ച സന്ദർഭത്തിലും അതാ സന്തോഷം മുഖത്ത് കാണിക്കാതെ നടന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല. അത് സമയം തട്ടി നീക്കിക്കൊണ്ടുപോയി. അവസാനം ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോ ഒരാഴ്ച മുമ്പ് വരെ അതിന്റെ പ്രയാസത്തിലാണ്. ആ സ്ഥലം നമുക്ക് ഗവൺമെന്റ് പൂർണ്ണമായി അനുവദിച്ചു തരാത്ത അവസ്ഥ, നാട് മുഴുവൻ പബ്ലിസിറ്റി നടന്നുകൊണ്ട് എല്ലാവരും ആഗ്രഹത്തോടുകൂടി സാൽവേഷന് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയം യഥാർത്ഥത്തിൽ നമുക്കവിടെ അനുവാദം കിട്ടിയിട്ടില്ല. അതിന്റെ ലീഗൽ പ്രശ്നങ്ങളും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ആ കാലഘട്ടത്തിലുള്ള ISM നേതൃത്വം അതിൽ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ഈ പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അത് കൃത്യമായി തിരിഞ്ഞു നോക്കാതെ ആ പരിപാടി പിന്നീട് നടക്കുമെന്നായപ്പോൾ അത് നടക്കുന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പിന്നെ ആ സ്ഥലത്തേക്ക് വരികയും പിന്നെ പരിപാടി നടന്നപ്പോൾ
ഇപ്പോൾ സ്റ്റേജിലും ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രകാലം നമ്മളാരും ഇത് പറഞ്ഞിട്ടില്ല. കാരണം അതൊന്നും പറഞ്ഞതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന നിലക്കാണ്. ഞാൻ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. സമാധാനപരമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാറില്ല. എന്നാൽ വീണ്ടും ഇതാ ഈ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ സ്റ്റേജുകളിലും സ്ഥലങ്ങളിലും അദ്ദേഹം ഇതിന് രക്ഷകന്റെ വേഷത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയണോ? വ്യക്തിയെ പറ്റി പരദൂഷണമല്ല പറയുന്നത്. മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ ഇതാ ഇന്ന് ഓരോ മുജാഹിദിന്റെ വീട്ടിലും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവ് തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്റെ മകൻ പിഴച്ചുപോയല്ലോ, അവനെ നന്നാക്കണമേ എന്ന്. അതേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്നെ മകൻ അപ്പുറത്ത് ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഉപ്പയുടെ തെറ്റുദ്ധാരണ മാറ്റിക്കൊടുക്കണമേ എന്ന്. ഇങ്ങനെയുള്ള ഒരു വിഭാഗീയതയിലേക്ക് ഓരോ മുജാഹിദിനെയും എത്തിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിന്റെ പിന്നിൽ, ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പിന്നിൽ ഈ ഞാനാണെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ? നമ്മളാരും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്കും തന്നെ അത് തെളിയിക്കാനും കഴിയുകയില്ല. എന്നാൽ ഇത്തരം ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നതിൽ കാരണമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സ്വഭാവമുള്ള ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ നേതൃത്വം കൊടുത്തു. 10 വർഷം മുമ്പ് സലഫി മൻഹജിന്റെ മുഖം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതാ ആ താല്പര്യം പൂവണിയാതെ വന്നപ്പോൾ സലഫി മൻഹജിന് എതിരായിക്കൊണ്ടുള്ള സമീപനങ്ങളുമായിക്കൊണ്ട് ആ അഖ്ലാനി സ്വഭാവമുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രീതിയാണ് മുന്നോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആരും ഇവിടെ ഒരു തെറ്റും ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയാം. MSM ISMനൊക്കെ ഇവിടെ നടപടിക്ക് വിധേയമാക്കിയെന്ന് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ പല പണ്ഡിതന്മാരെയും പുറത്താക്കുകയും അതുപോലെ തന്നെ നടപടിയെടുക്കുകയും ചെയ്തതായി നിങ്ങൾക്കറിയാം. 1075ഓളം പ്രബോധകന്മാരെ ഇപ്പോൾ മാറ്റി നിർത്തിയതായി സർക്കുലറുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്താണ് ഇവിടെ നമ്മൾ ചെയ്ത കുറ്റം, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു തെറ്റും ആ രംഗത്ത് നമ്മൾ ആരും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഇവിടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി നമ്മുടെ സമ്മേളനത്തിൽ ഒരു 6 മിനിറ്റ് ഈ വിഷയം പറഞ്ഞു. വെറും ഒരു 6 മിനിറ്റ്. ഐക്യം വേണമെന്നേ പറഞ്ഞതുള്ളൂ, യോജിച്ചു പോകണമെന്നേ പറഞ്ഞതുള്ളൂ. ആ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്. അതിന്റെ പേരിലാണല്ലോ പിറ്റേ ദിവസം ആ സമ്മേളനത്തിലെ മുഴുവൻ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന് നേരെ തിരിച്ചുവച്ചത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്ത് കുറ്റമാണ് ഹുസൈൻ സലഫി ചെയ്തത്? അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ആ ഒരു വിവാദം പറഞ്ഞിട്ടാണ് കാര്യം. അതൊന്നുമല്ല ഇവിടെ വിഷയം, അതൊന്നുമല്ല. അത് പ്രശ്നങ്ങൾ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് മുജാഹിദീങ്ങൾക്ക് തൗഹീദിൽ ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പ്രശ്നത്തിന്റെ കൂടെ നിന്നുകൊടുക്കും. അതിനുവേണ്ടി തൗഹീദിലാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജിന്നിനോട് തേടുന്ന പ്രാർത്ഥിക്കുന്ന ആരുമില്ല, തേടാമെന്ന് പറഞ്ഞവരില്ല, തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞവരുമില്ല. അത് ശിർക്കാണ്, തനിച്ച ശിർക്കാണ്. എന്നാൽ ജിന്നിനോടുള്ള സഹായ ചോദ്യവുമായി ബന്ധപ്പെട്ട് വസീലത്ത് ശിർക്കാകുന്നതുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ KJUന്റെ ദൗറ തന്നെ തീരുമാനിച്ച് ഫൈസൽ മൗലവിയും കായക്കൊടിയും ഒരുമിച്ച് തയ്യാറാക്കി കൊടുത്ത പ്രബന്ധത്തിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 2 സംഗതിയും പറഞ്ഞു. ശിർക്കാകുന്നതാണ് മഹാഭൂരിപക്ഷവും. എന്നാൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ശിർക്കിലേക്ക് എത്തിക്കുന്നതാകുന്നതും ഉണ്ട്, അപൂർവമായ കാര്യങ്ങൾ. എന്നാൽ അതെല്ലാം ഹറാമാണ്. ഒരു നിലക്കും ജിന്നിനോടോ മലക്കിനോടോ ഒരു കാര്യവും നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നാണ് ദൗറയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനം. ആ തീരുമാനം അംഗീകരിക്കണമെന്നാണ് ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയും KJUന്റെ എക്സിക്യൂട്ടീവിൽ ആവശ്യപ്പെട്ടത്. എന്നിട്ട് അതിന്റെ പേരിലാണ് അത് അവിടുന്ന് ഇവർ അട്ടിമറിച്ചു. എന്ത്, ഇത് ശിർക്കാന്നങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞ് അത് മാറ്റിമറിച്ചു. എന്താ കാരണം? ഇത് പുറത്താക്കാനും നടപടിയെടുക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉള്ള വിഷയം അവിടെ അവസാനിക്കാണ്. അത് അവസാനിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം ഒരവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവരാരും തന്നെ ഒരു തെറ്റും ആ വിഷയത്തിൽ ചെയ്തിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ ISMനും MSMനും എതിരിലെടുത്തു. എന്താ സഹോദരങ്ങളെ ഞങ്ങൾ ചെയ്ത കുറ്റം? ക്ഷമിച്ചു എന്നതാണോ ഇത്ര വലിയ കുറ്റം? ക്ഷമിച്ചു എന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ ആ തെറ്റേറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ISMനും MSMനും തയ്യാറാണ്. ഒരു പ്രസ്ഥാനത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ, ഞങ്ങൾ അങ്ങേയറ്റം പീഡിപ്പിച്ചപ്പോൾ, മാളത്തിലിട്ട് കുത്തിയപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചില്ല എന്നതൊരു തെറ്റാണോ? ആ തെറ്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എത്രമാത്രം സഹോദരങ്ങളെ, ഇവിടെ സമയമില്ല എനിക്ക് പറയാൻ. ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ സംസാരം ഇവിടെ നടക്കാനിരിക്കുകയാണ്.
ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾക്കറിയുമോ, 2011 ജൂൺ 5-ാം തീയതി CD ടവറിൽ ഇതാ ഗ്രൂപ്പ് യോഗം നടക്കുന്നു. എന്തിന്? ഈ ഒരു അജണ്ട കൊണ്ടുവന്ന് ചില ആളുകളെ പുറത്താക്കി സംഘടന കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ഇലക്ഷനിൽ ഇടപെടാനുള്ള യോഗം. ആ യോഗം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ബഹുമാനായ AP യോടും TP യോടും ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ യോഗം നടക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. എന്നിട്ട് ആ യോഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങൾ പുറത്ത് മുജാഹിദീങ്ങളെ വിളിച്ചുകൂട്ടിങ്ങാണ്ട് ഗ്രൂപ്പ് യോഗം നടത്തി. ഇതാ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ആൾക്കാരെ KNM-നെതിരിൽ ക്യാൻവാസ് ചെയ്തില്ല. അത് ഞങ്ങൾ ചെയ്ത കുറ്റമാണോ? അത് ഞങ്ങൾ ചെയ്ത കുറ്റമാണോ? ഇല്ല. അങ്ങനെ ഒരു യോഗം നടന്നപ്പോഴും ഉത്തരവാദപ്പെട്ടവരോട് പറയുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് അതിന് നടപടിയെടുക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അതിനുശേഷം നിങ്ങൾക്കറിയുമോ, 2012 ജൂൺ 9 സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. KNM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവിൽ ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, ഞാനാണ് പ്രശ്നക്കാരൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആര്? സലഫിയാണ് സംഘടനയിലെ പ്രശ്നമെന്ന് നാട് മുഴുവൻ പറയുന്നുണ്ട്. ആര്? ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറയാണ് എക്സിക്യൂട്ടീവില്. 2012 ജൂൺ 9 നടന്ന എക്സിക്യൂട്ടീവിൽ. എന്നിട്ട് അദ്ദേഹം പറയാ, ഇവിടെ ജിന്നും സീറും ഒന്നും അല്ല പ്രശ്നം. എന്താ പറയണേ അറിയോ? 2012 ജൂൺ 9 പറയണത്. ജിന്നൊന്നും അല്ല ഇവിടെ പ്രശ്നം. എന്നോടുള്ള ചില വ്യക്തിവിരോധങ്ങൾ ചില ആൾക്കാർക്കുണ്ട്, അതാണ് ഇവിടെ പ്രശ്നം. ഞാനാണ് പ്രശ്നം എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ APയും DPയും പറഞ്ഞാൽ മാറിന്നോളാം. കാരണം എന്താ അറിയോ? ആ എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ എടുത്തെറിയണം. അപ്പൊ പറയല്ലോ, നിങ്ങൾ മാറണ്ടെന്ന് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞു, എന്ത്? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഞാൻ പറഞ്ഞതാണ്. എന്താ മുഖവിലേക്ക് എടുക്കേണ്ടത്? അദ്ദേഹമാണ് പ്രശ്നമെന്ന് ആളുകളൊക്കെ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തണം. സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ലല്ലോ ശരി. മറിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്ന് റിലാക്സ് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഒരു ആശ്വാസം കൊടുക്കണം. എന്നിട്ട് പകരം ഒരു 3 ആളുകൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവർക്ക് മുമ്പിൽ അദ്ദേഹത്തിന് പറയാനുള്ള പരാതി അദ്ദേഹം പറയട്ടെ. അതുപോലെ തന്നെ നാട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കൊക്കെയാണോ പരാതിയുള്ളത് അവരും പറയട്ടെ. എന്നിട്ട് രണ്ടും കേട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെയുള്ള പ്രശ്നം? ജിന്നാണോ പ്രശ്നം? മലക്കാണോ പ്രശ്നം? ഇബാദുള്ളയാണോ പ്രശ്നം? മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങളാണോ പ്രശ്നം? അതോ അത് പ്രശ്നങ്ങളാക്കാൻ വേണ്ടി ഒരു മറയായി സ്വീകരിച്ചതാണോ? അതോ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളാണോ പ്രശ്നം? ഇസ്ലാഹി സെന്ററുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിലും ശാഖകളിലും അങ്ങോട്ട് ഫോൺ ചെയ്ത് പല സ്ഥലത്തും വിഭാഗീയത ഉണ്ടാക്കിയതാണോ പ്രശ്നം? ഇതൊരു നിഷ്പക്ഷമായ ഒരു കമ്മിറ്റി, ഒരു 3 അംഗ സമിതി ചേർന്നുകൊണ്ട് അവർ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് അവസാനം അവർക്ക് എല്ലാം കേട്ടതിന് ശേഷം തീരുമാനിക്കണത്, ഇതിൽ അബ്ദുറഹ്മാൻ സലഫി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അതിന്റെ ഗുണം അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹത്തിന് ലോകത്തോട് പറയാലോ, ഇതാ ഞാൻ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് ഇതാ ഇന്ന ആളുകൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ നിരപരാധിത്വം നിങ്ങൾ അംഗീകരിക്കണമെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൂടി ഗുണം ചെയ്യുന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് കേട്ടപ്പോൾ ഉടൻ പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയല്ല, അതല്ല ആവശ്യം, വേഗം അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. KNM ISM MSM കൂടിയിരുന്ന് ചർച്ച ചെയ്യാം, ഇങ്ങനെ ഒരു പുറത്തുള്ള ആൾക്കാർ പറ്റൂല എന്നാണ് പിന്നെ അവിടുന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചില ആൾക്കാർ പറഞ്ഞത്, അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ പുറത്തു നിന്നുള്ള ആളുകളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് ഒന്ന് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ പേര് ഞാൻ പറഞ്ഞു. 28-30 വർഷമായി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് കുവൈത്തിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന, ഇതിന്റെ ഒപ്പം സഞ്ചരിച്ച, ഇതിന്റെ രാവും പകലും അറിയുന്ന ആ PN അബ്ദുൽ ലത്തീഫ് മദനി പുറമക്കാരനാണോ? രണ്ടാമത് ഞാൻ പറഞ്ഞ പേര് കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ പേരാണ്. ഇന്ന് AP കഴിഞ്ഞാൽ അതാ അത്രയും പ്രായമുള്ള പക്വതയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും നെഞ്ചിലേറ്റിയ ആ കാലഘട്ടത്തിന് സാക്ഷിയായി മുന്നിൽ നടന്ന കേരള സമൂഹം മുഴുവൻ ആദരിക്കുന്ന ബഹുമാന്യനായ കരിവള്ളി മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് സംഘടനക്ക് പുറത്തുള്ളയാളല്ല. അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഞാനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ ജില്ലക്കാരനായ PP ഉണ്ണിമുട്ടി മൗലവി അവരുകളെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം നിഷ്പക്ഷമായി ഇതിൽ ഇടപെടുമെന്ന്. അങ്ങനെയുള്ള ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടാകും
കാണണമെന്ന്. പക്ഷേ പിന്നീട് കണ്ടില്ല എന്നത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മറ്റു വേദികളിൽ അതിനെക്കുറിച്ച് പറയാം. അദ്ദേഹം ഇതിൽ ഇടപെട്ടത് എങ്ങനെയാണെന്നും ആ ഇടപെടലുണ്ടായ രീതികൾ എന്താണ് എന്നും നമുക്ക് ആവശ്യം പോലെ പറയാവുന്നതാണ്. എല്ലാം ആളുകളോട് പറയണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ സാഹചര്യമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ആളുകളോട് പറയുന്നത്. അപ്പോൾ ഈ 3 ആളുകളെ ഞാൻ പറഞ്ഞു. ആ 3 ആളുകളും പുറത്തുള്ളവരല്ലല്ലോ. എന്താ കുഴപ്പം? ഈ 3 ആള് കൈകാര്യം ചെയ്തോട്ടെ. എന്തയ്യാ, ഈ വ്യക്തി മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യാനുള്ളൂ? ഞാൻ വളരെ വൈകാരികമായി എന്ന് പറഞ്ഞു. ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണ്, ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പഠിക്കുക എന്നതും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതും ഒരു തെറ്റായ കാര്യമല്ല. 2002 കാലഘട്ടത്തിൽ മടവൂർ വിഭാഗത്തിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനമായിട്ടുള്ളത്. എന്തുകൊണ്ട് ആ രീതി നമുക്ക് സ്വീകരിച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിനുശേഷം ഉണ്ടായത് എന്താ അറിയോ? പിറ്റേ ദിവസം എനിക്ക് വളരെ ഉത്തരവാദപ്പെട്ട ഒരാളുടെ നാവിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ISMന്റെ പ്രസിഡന്റ് KNMനെ വിചാരണ ചെയ്യാൻ കമ്മീഷനെ വെക്കണമെന്നാണ് എക്സിക്യൂട്ടീവിൽ ആവശ്യപ്പെട്ടത് എന്നാണ്. ഈ വ്യക്തിയെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചാൽ ഉടൻ അത് KNMനെ വിമർശിക്കുകയാണ് എന്നാണ് പറഞ്ഞു തീർക്കുന്നത്. ആലോചിക്കുക, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? പ്രസ്ഥാനത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതിൽ അവർ ക്ഷണിച്ചിട്ട് നമ്മൾ ചെന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്നത് ISMനെ പിരിച്ചുവിടാനുള്ള ഒരു തെറ്റാണോ? നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇതാണോ നടപടിയെടുക്കുവാനുള്ള കാരണം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ എന്തുവേണം? 2 കാര്യം നിർവഹിക്കണം. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ഒരു അഖിലാനി സ്വഭാവമുള്ള രീതിയിലുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് അത്തരം ഒരവസ്ഥയിലേക്ക് തന്നെ പ്രസ്ഥാനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ 2 കാര്യങ്ങൾ നിർവഹിക്കണം അവർക്ക്. ഒന്ന്, KNMൽ ഉള്ള ആളുകളെ, KNMന്റെ കൗൺസിലർമാരെയും മുതിർന്ന ആളുകളെയും അത് ധരിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് ആ CD ടവറിലെ യോഗം ചേർന്നുകൊണ്ട് ഇലക്ഷൻ സമയത്ത് അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തത്. ഗ്രൂപ്പ് യോഗം ചേർന്ന് നടത്തിയത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ചെയ്തത് എന്താ അറിയോ? KJUവിലെ പണ്ഡിതന്മാരെ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം. ഇവിടെ ബഹുമാനായ KK സക്കരിയ സലാഹിയും അതുപോലെയുള്ള ആളുകളുമൊക്കെ എന്തൊക്കെയോ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ നാട്ടുകാരനായ, ഈ കണ്ണൂർ ജില്ലക്കാരനായ തളിപ്പറമ്പ് സ്വദേശിയായ KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹോദരനെ കൊണ്ടുവരികയും അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇതിന്റെ CD-യും കൃത്രിമമായി മടവൂരികൾ ഇതുവരെ കാണിച്ച ആ CD വേറൊരു വേർഷനിൽ അദ്ദേഹം ഇറക്കുകയും അത് നമ്മുടെ പണ്ഡിതന്മാരെ കാണിക്കുകയും ചെയ്തു. അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകം വിതരണം ചെയ്തു. ISMന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം എന്ന് പേരും ചേർത്തു. എന്നിട്ട് ഇപ്പൊ പറയാ അവരെ ISMേര് കൊണ്ടുവന്നതല്ലേ, അപ്പൊ അവർക്കല്ലേ അതിന്റെ കുറ്റം. യഥാർത്ഥത്തിൽ നമ്മൾ ആളുകൾ വരുമ്പോൾ അവരെ ഉള്ളു ചൂഴ്ന്നറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ആരെയും സ്വീകരിക്കാറുള്ളത്. അവർ പ്രവർത്തകന്മാരെന്നുള്ള നിലക്ക് കടന്നു വന്നു. ഇങ്ങനെ ഒരു മനസ്സവർക്കുണ്ട് എന്ന് വൈകി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ നിമിഷത്തിൽ തിരിച്ചറിയുകയും അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നടപടി എടുക്കാൻ നമ്മളെ സമ്മതിച്ചില്ല എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ കുറ്റക്കാരാകുക? ഒരിക്കലും നമ്മൾ കുറ്റക്കാരല്ല. ഈ വ്യക്തിയെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ സംഘടനയിലുള്ള പണ്ഡിതന്മാരൊന്നും പരിചയമില്ല. പക്ഷേ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിയതും അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതും അബ്ദുറഹ്മാൻ സലഫിയാണ്. അതിന്റെ കൃത്യമായ രേഖകൾ നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് കേൾക്കണം. ഈ KKP അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് സാലിം എന്ന് പറയുന്ന ഒരു സഹോദരനും തമ്മിൽ നടത്തിയ ഒരു ദീർഘമായ ഫോൺ സംഭാഷണമുണ്ട്. ഒരു 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫോൺ സംഭാഷണം. ആ ഫോൺ സംഭാഷണത്തിൽ ഇതിന്റെ ഉള്ളറകൾ കൃത്യമായി തന്നെ അവർ പറയുന്നത് കേൾക്കാൻ കഴിയും. അതിൽ പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ സലഫിയാണ് എനിക്കിതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു തന്നത്. MM മദനിയുടെ അടുത്ത് പോകാനും ഓരോ പണ്ഡിതന്മാരടുത്ത് പോകാനും ഇത് കാണിച്ചു കൊടുക്കാനും എല്ലാ സൗകര്യവും എന്നാണ്. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. എന്നിട്ട് ആ സഹോദരനെതിരിൽ പരാതി വന്നു. ISMന്റെ ശാഖ, മേഖല, ജില്ല ഒക്കെ പരാതി തന്നു. ഞങ്ങൾക്ക് ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് പരാതി തന്നു. ആ പരാതി തന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിട്ട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ആ തീരുമാനത്തിലേക്ക് അധ്യക്ഷൻ എന്ന നിലക്ക് അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് ISM തീരുമാനമെടുത്തിട്ട് മാത്രം കാര്യമില്ല. KNMന്റെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായി എനിക്കറിയാം.
അതുകൊണ്ട് അവർ സംരക്ഷിക്കുകയും നമ്മൾ നടപടിയെടുക്കുകയും ചെയ്യുക എന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇതിലൊരു തീരുമാനമെടുക്കാം എന്ന് തീരുമാനിച്ചു. ISMന്റെ അന്നത്തെ തീരുമാനം അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ്. ആ തീരുമാനം നേതൃത്വത്തോട് പറഞ്ഞ ശേഷം ചെയ്യാം. ഒരു അനുസരണം കാണിച്ചു എന്നേ ഉള്ളൂ. അതാണിപ്പോ നടപടികൾക്കൊക്കെ കാരണമായിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അതിനങ്ങനെ കാത്തുനിന്ന് ബഹുമാനായ TPയോട് ISMന്റെ അപ്പോഴത്തെ സെക്രട്ടറി K. സജ്ജാദ് സംസാരിച്ചു. അപ്പൊ ആദ്യം TP പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ, നടപടിയെടുക്കാലോ. അപ്പോഴാണ് പ്രൊഫസർ അബ്ദുസാഹിബ് എന്ന് പറയുന്ന വ്യക്തി ആ റൂമിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണെന്ത്, നിങ്ങൾ KKP അബ്ദുള്ളക്കെതിരെ നടപടിയെടുത്തു എന്ന് കേട്ടല്ലോ, ശരിയാണോ? അപ്പൊ സജ്ജാദ് പറഞ്ഞു, അതാണ് ഇപ്പൊ ഞാൻ TPയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖഭാവവും ഇടപെടലും കണ്ടപ്പോൾ പിന്നീട് TP പറഞ്ഞു, നമുക്കൊന്ന് ചർച്ച ചെയ്ത് ആലോചിച്ചിട്ട് അഭിപ്രായം പറയാം. അദ്ദേഹം പോയടത്തു നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. യഥാർത്ഥത്തിൽ പിന്നെ സംഭവിച്ചതെന്താ, ഇദ്ദേഹത്തിന് പിന്നെ KNMന്റെ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. ആ ശ്രമമാണ് പിന്നീട് നടന്നത്. അതിനെക്കുറിച്ച് എക്സിക്യൂട്ടീവിൽ വീണ്ടും ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ ആ എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാക്കിയതേയില്ല. അതിനു പകരം കണ്ണൂർ ജില്ലയുടെ മൊത്തം മെമ്പർഷിപ്പ് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു കുറെ പരാതി കിട്ടിയിട്ടുണ്ട് എന്നാ. കാരണം എന്താ, ഇയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തോ ഇല്ലേ എന്ന് വ്യക്തമാക്കേണ്ടി വരും ആ എക്സിക്യൂട്ടീവിൽ. അതുകൊണ്ട് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. മാത്രവുമല്ല, ഇത്രയും ആദർശ വഞ്ചന ചെയ്ത ഈ വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യഭരണാധികാരി പ്രൊഫസർ P. അബ്ദുസാഹിബ് തന്നെ തളിപ്പറമ്പിലുള്ള ആ മണ്ഡലം ഇലക്ഷൻ ഓഫീസർക്ക് കത്തെഴുതിയ കത്താണ് എന്റെ കയ്യിലുള്ളത്. ഇതിപ്പോ അവിടെ വന്നപ്പോ ആ പ്രവർത്തകൻ എന്റെ കയ്യിൽ തന്നതാണ്. നോക്കൂ നിങ്ങൾ, അവർ പറയുന്നത്, മാന്യരെ, തളിപ്പറമ്പ് ശാഖയിലെ നെല്ലിപ്പറമ്പ് പ്രദേശത്ത് സ്ഥിരതാമസക്കാരനായ KKP അബ്ദുള്ള, നെല്ലിപ്പറമ്പ് PO കുറ്റിയേരി എന്ന പ്രവർത്തകന് ശാഖ ഇലക്ഷൻ ഓഫീസർ കൂടിയായ താങ്കൾ KNM മെമ്പർഷിപ്പ് നിഷേധിച്ചതായി പരാതി ലഭിച്ചിരിക്കുന്നു. അബ്ദുള്ളയെ സംബന്ധിച്ച് KNM സംസ്ഥാന കമ്മിറ്റിക്കോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഭരണാധികാരിക്കോ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ഉടനെ KNM മെമ്പർഷിപ്പ് നൽകാൻ അറിയിക്കുന്നു. അയാൾക്കെതിരെ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ രേഖാമൂലം പരാതി ലഭിച്ച ശേഷം അദ്ദേഹത്തോട് വിശദീകരണം തേടിയ ശേഷവും KNM ഭരണസമിതി തീരുമാനിക്കുന്നതാണ്. പരാതി കിട്ടിയിട്ടില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ പരാതിയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ശാഖ പരാതി തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മണ്ഡലം പരാതി തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജില്ല പരാതി തന്നിട്ടുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുകൂടി മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെ പരാതി തരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ബഹുമാനായ TPയുടെ മുമ്പിൽ പോയി കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടും ഒരു പരാതിയും രേഖാമൂലം സാങ്കേതികത്വം പറയാണ്. ആലോചിച്ചു നോക്കുക, അവനവന് സംരക്ഷിക്കേണ്ട ആളുകളാണെങ്കിൽ അവിടെ അനേകമായിരം സാങ്കേതികത്വങ്ങൾ നോക്കുകയും അവനവന് പറ്റാത്ത ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അപ്പോഴേക്കും ഒരു രേഖയും ആവശ്യമില്ല, പെട്ടെന്ന് നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. സഹോദരങ്ങളെ, അപ്പോ ഈ മഞ്ഞ ബുക്കും അന്ന് കട്ടുമുറിച്ചുണ്ടാക്കിയ CD-യും ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ അബ്ദുറഹ്മാൻ സലഫി ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അന്നുള്ള ഭരണാധികാരിയും അബ്ദുറഹ്മാൻ സലഫിയും ആ മനോഭാവമുള്ള ആളുകളുടെയും സമ്പൂർണ്ണ സംരക്ഷത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. 10 വർഷം മടവൂരികൾ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകൾ മണൽച്ചിറ പോലെ ഒലിച്ചു പോയപ്പോൾ അതിനെ രണ്ടാമത് ഈ ആള് തന്നെ ഏറ്റിക്കൊണ്ടുവരികയും പുതിയ രൂപത്തിൽ ശിർക്കാരോപണങ്ങൾ ആരംഭിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയമെന്ന് നമ്മൾ കൃത്യമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നതുണ്ട്, പക്ഷേ സമയം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ആ മേഖലയിലേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, ഈ കാര്യം ഞങ്ങൾ ചെയ്തു എന്നതാണോ യഥാർത്ഥത്തിൽ ISM പിരിച്ചുവിടാനുള്ള കാരണം? നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം, ആ സ്വാഗത സംഘത്തിൽ ഞാൻ എന്ത് ഭാരവാഹിയാണ് എന്നറിയുന്നത് നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ അവിടെ വായിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ അറിയില്ല. ഇതിന്റെ ഒരു ഷൂറയിലും നമ്മളെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഇതിന്റെ മുമ്പുള്ള ഓരോ സമ്മേളനവും സാൽവേഷനും ക്യാമ്പയിനും ഒക്കെ അതിന്റെ സ്വാഗത സംഘം ഉണ്ടാക്കുമ്പോൾ KNM ISM ഒരുമിച്ച് കൂടിയിരുന്ന് ദീർഘമായി ചർച്ച ചെയ്തിട്ടുണ്ടാക്കുക. പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളോടൊന്നും ചോദിക്കാതെ എന്നല്ല പറയുന്നത്, പക്ഷേ തുടർന്നു വരുന്ന ഒരു രീതി പോഷക സംഘടനകൾ കൂടി അറിയണമല്ലോ. സമ്മേളനത്തിന്റെ സ്ഥലം തീരുമാനിച്ചതും അതിന്റെ പ്രമേയം തീരുമാനിച്ചതും സ്വാഗത സംഘത്തിന്റെ കരടുണ്ടാക്കിയതും ഒന്നും ഞങ്ങളോടൊന്നും പറയുന്നില്ല, ഞങ്ങളൊന്നും അറിയുന്നില്ല. എന്തിനാണ് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ഈ രീതി സ്വീകരിച്ചിട്ടും ഞങ്ങൾ നിങ്ങളോട് ആരോടെങ്കിലും ഈ പരാതി പറഞ്ഞോ?
ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ എവിടെയെങ്കിലും സംസാരിച്ചോ? ഇല്ല, എവിടെയും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അതുപോലെ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഒരു മെമ്പറായി ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ യോഗത്തിന് വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ ശറഈയായ കാരണത്താൽ 1-2 യോഗത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരു വിവരവുമില്ല. പിന്നീട് ഒരു യോഗത്തിനും എന്നെ വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടാക്കിയതെന്നറിയില്ല. അപ്പൊ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കെ വിളിക്കാതെ പിന്നീട് അറിയിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ടും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും നമ്മൾ ഇതിനെതിരെ ധിക്കാരം കാണിച്ചിട്ടില്ല. അപ്പൊ വലിയ കാര്യമായിട്ട് പറയുന്നത് ISM MS ധിക്കാരം കാണിച്ചത് കൊണ്ടാണ് അവരെ പുറത്താക്കിയത്. എന്ത് ധിക്കാര സഹോദരങ്ങളെ! ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? മാത്രവുമല്ല, KJU-ന് എതിരായി ഞാൻ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് സമ്മേളന പ്രഭാഷണങ്ങൾ പലതും മുടക്കി. പത്തപ്പെരിയത്ത് മുടക്കി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വരണ്ടെന്ന് പറഞ്ഞു. പല സ്ഥലങ്ങളിലും വരണ്ടെന്ന് പറഞ്ഞിട്ടും നടന്ന അവസ്ഥകളുണ്ടായി. ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങളാരും പ്രതികരിക്കുകയോ നേതൃത്വത്തിനെതിരെ ധിക്കാരത്തിന്റെ സമീപനം സ്വീകരിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അവസാനം പ്രോഗ്രാമിൽ നിങ്ങളുടെ നാട്ടുകാരനായ ഷഹീദ് ഏലാങ്കോടും MISM-ന്റെ സെക്രട്ടറിയായ സജ്ജാദിനെയും അവസാനം അവർ പേരിന് വേണ്ടി ഉൾപ്പെടുത്തി. സമ്മേളനം നടക്കുമ്പോൾ ചെയ്തത് എന്താ? ആ സമ്മേളന യുവജന സമ്മേളനത്തില് സ്വാഗതം പറയേണ്ട ആളാണ് സജ്ജാദ്, അധ്യക്ഷത വഹിക്കേണ്ട ആളാണ് നമ്മുടെ ട്രഷററായിട്ടുള്ള ഷഹീദ് ഏലാങ്കോട്. അവർ രണ്ടുപേരും വേദിക്കടുത്ത് കാത്തു നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോൾ അവിടെ കയറാലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്ത് ചെയ്തുവെന്നോ, വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞ ഉടനെ ബാക്കിൽ നിന്നൊരൊറ്റ അനൗൺസ്മെന്റ്, യുവജന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തേണ്ട പണ്ഡിതനെ വേഗം ക്ഷണിച്ചു. അതിന് സ്വാഗതമല്ല, അധ്യക്ഷനുമില്ല, ഒരു പ്രൊസീജറുമില്ല, ഒരു വാക്ക് പോലും പറയണ്ടേ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഷഹീദ് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഞാൻ പോവുകയാണ്, എന്റെ കാലുളുക്കിയിരിക്കുകയാണ്, വല്ലാതെ വേദനയുണ്ട്, നീര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം പോകുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോവാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങളുടെ പരിപാടിയുടെ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. കാരണം നിങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ എന്നെ ക്ഷണിക്കാത്തത് കൊണ്ടും എന്റെ പേരതിലില്ലാത്തത് കൊണ്ടും പ്രതിഷേധിച്ചിട്ടാണ് നിങ്ങൾ പോയത് എന്ന് പറയും. അത് അവസാനം നമുക്ക് മേലെ ഒരു ചാർജ് ഷീറ്റായി വരും. അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. കാല് വയ്യാതെ അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ കാത്തിരുന്നു. ഒരു വാക്ക് പോലും പറയണ്ടേ, ഒരു മര്യാദയുള്ള വാക്ക് പറയണ്ടേ, അതുപോലും പറയാതെ അവരെ വേദിയിൽ പോലും കയറ്റാതെയാണ് യുവജന സമ്മേളനം തുടങ്ങിയത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ CD പുറത്തിറങ്ങുമ്പോൾ നോക്കി കാണണം, അത് നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അബ്ദുള്ള സാഹിബ് പ്രോഗ്രാമിലില്ലാത്ത അബ്ദുള്ള സാഹിബ് അവിടെ വരുന്നുണ്ട്, അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ വരുന്നുണ്ട്, MI മുഹമ്മദ് അലി സുല്ലമി അവിടെ വരുന്നുണ്ട്, അവരൊക്കെ യഥേഷ്ടമതിലൂടെ നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കിങ്ങൾ. അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ, അവർക്കൊന്നും ഒരു പ്രശ്നമല്ല, അവരൊക്കെ സ്വീകരിക്കാൻ. എന്നാൽ ഇതിന്റെ യുവജന സംഘടനയുടെയും ഇതിന്റെ വിദ്യാർത്ഥി സംഘടനയുടെയും ഭാരവാഹികൾ മാത്രമല്ല, 10,000-കണക്കിന് പ്രവർത്തകന്മാരെ നിരീക്ഷിക്കുന്ന സ്വഭാവത്തിലാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചതായി, ഇത് ആരോടെങ്കിലും പറഞ്ഞതായി, ഞങ്ങൾ നേതൃത്വത്തിനോട് ധിക്കാരം കാണിച്ചതായി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്താ സഹോദരങ്ങളെ ഞങ്ങൾ ചെയ്ത കുറ്റം? ക്ഷമിച്ചു എന്നതാണോ? വാനോളം ക്ഷമിച്ചു എന്നതാണോ? നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ ഒരു ശ്രോതാവായി ആ സമ്മേളനത്തിന്റെ ഒരു ബെഞ്ചിൽ, ഒരു കസേരയിൽ ഞങ്ങൾ 4 ദിവസവും ഇരുന്നു എന്നതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ഞങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ പിറകെ പരുന്തുകൾ പറക്കുന്നത് പോലെ ആളുകൾ, നിരീക്ഷണത്തിന്റെ ആളുകൾ പറക്കുകയാണ്. വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുമ്പോഴും ഭക്ഷണത്തിന് പോകുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സിനെ വിട്ടിരിക്കുകയാണ്. ബഹുമാനായ ഹുസൈൻ സലഫിയുടെ സംസാരം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാനില്ല, മണിക്കൂറുകളോളം കാണാനില്ല. അതെന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷമിച്ച് അതൊന്നറിയാൻ വേണ്ടി സ്റ്റേജിന്റെ അടുക്കലേക്ക് ഞാനും ബഹുമാനായ സയ്യിദ് മുഹമ്മദ് ഷാക്കിറും ഞങ്ങളോടൊപ്പമുള്ള ഭാരവാഹികളും അങ്ങോട്ട് നടന്നു പോകുമ്പോ ഒരു വളണ്ടിയർ ഓടി വന്ന് പറയുകയാണ്, നിങ്ങൾ ഇതാ വേദിക്കടുത്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇതാ ആളുകൾ വരുന്നുണ്ട്, എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടി വരും, നിങ്ങൾക്ക് പ്രശ്നം വരും. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ കരൾ പോലെ സ്നേഹിക്കുന്ന ഒരു സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോ അതിന്റെ വേദിയുടെ അടുക്കൽ പോലും ഒന്ന് എത്തി നോക്കാൻ പോലും അനുവാദം തരാതെ പീഡിപ്പിച്ചിട്ടും ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ സഹോദരങ്ങളെ? നേതൃത്വത്തോട് എന്തെങ്കിലും ധിക്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം? ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെയൊക്കെ ക്ഷമിച്ചിട്ടും ആ ക്ഷമിച്ചതാണ് ഇപ്പൊ വലിയ കുറ്റമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 ദിവസവും സമ്മേളനത്തിന് പങ്കെടുത്തു എന്നതാണോ? ആലോചിച്ച് നോക്കൂ. അവസാനത സമാപന സമ്മേളനത്തിൽ അമാനത്തിൽ വഞ്ചന കാണിച്ചവരാണിവർ.
സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടിക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങളുടെ പ്രവർത്തകന്മാർ പെട്ടിയുമായി സമീപിക്കുമ്പോൾ നിങ്ങൾ കാര്യമായ സംഭാവനകൾ അതിനു നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള കളക്ഷനാണ് നടക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സഹോദരിമാർക്ക് അവിടെ ഉള്ളിൽ സ്ഥലമില്ലെങ്കിൽ പുറത്തും സൗകര്യം ചെയ്തിട്ടുണ്ട്, പ്രയാസപ്പെടേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരനുസരണക്കേടും ഞങ്ങൾ ആരും ചെയ്തതായി കൃത്യമായി പറയാൻ ഇന്നും ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. ഇത്രയൊക്കെ പ്രയാസങ്ങൾ, ഇത് ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഒരച്ചടക്കം പാലിച്ച് ക്ഷമിച്ചു നിന്നു എന്നതാണ് ഞങ്ങളൊക്കെ ചെയ്ത വലിയ കുറ്റം. ആ സമ്മേളനം കഴിഞ്ഞ ശേഷം പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരം. മാധ്യമം പത്രത്തിൽ നിന്നാണ് അറിയുന്നത്. ഒരു രൂപയുടെ കാർഡ് പോലും നിങ്ങൾ ചെയ്ത കുറ്റം ഇന്നതാണെന്ന് പറഞ്ഞ് ഒരു കുറ്റപത്രത്തിന്റെ ഒരു 2 വരിയെങ്കിലും ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഒരു മഹത്തായ സംഘടനയെ പിരിച്ചുവിടുമ്പോൾ ഒരു വ്യക്തിയല്ല, എന്നെയല്ല, 9 ആളുകളടങ്ങുന്ന സെക്രട്ടേറിയറ്റിനെയല്ല, 35 ആളുകളടങ്ങുന്ന എക്സിക്യൂട്ടീവിനെയല്ല, 200 ചില്ലാനം വരുന്ന കൗൺസിലർമാരെയല്ല, 100 കണക്കിന് വരുന്ന മണ്ഡലം കമ്മിറ്റികളെയല്ല, 1000 വരുന്ന ശാഖാ കമ്മിറ്റികളെയല്ല, 10,000 കണക്കിന് വരുന്ന ISM-ന്റെയും MSM-ന്റെയും പ്രവർത്തകന്മാരെ മരവിപ്പിച്ചു നിർത്താൻ മാത്രമുള്ള ഒരു കുറ്റമെന്ത് എന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിവരം തന്നിട്ടില്ല സഹോദരങ്ങൾ. ഒന്നും അറിയിച്ചില്ല. ഈ പത്രത്തിൽ നിങ്ങളൊക്കെ വായിച്ച പോലെയുള്ള വിവരം അതാണ് പിന്നുണ്ടായത്. എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ കണ്ടോ? ഞാനത് പറയാൻ കാരണം എന്താ? ഈ അടുത്ത് ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമുള്ള ആളുടെ അടുക്കൽ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കരച്ചില്. കരഞ്ഞിട്ട് ചോദിച്ചു, എന്താ അത് ശരിയാവൂലേ, നേരാവൂലേ? അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ ഇവിടുത്തെ ഭാരവാഹിയാണല്ലോ KNM-ന്റെ. നിങ്ങളെ ഭാരവാഹിത്വം പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നേരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളെ ആരും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. നിങ്ങളെ ആരും ജിന്നൂരി എന്ന് വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾ ജിന്നാണെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഷോക്കോസ് നോട്ടിക്കസ് കിട്ടിയിട്ടില്ലല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നത്? കരയേണ്ടത് ഞങ്ങളല്ലേ? യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഭവിച്ച് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾക്ക് വിധേയരായവർ ഞങ്ങളാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടായി. ഇപ്പോഴും പല ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മൾ റെഡിയാണ്. ഇന്ന് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ, ഇന്ന് ആ മരവിപ്പിക്കൽ മാറ്റുകയാണെങ്കിൽ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്താ പ്രശ്നമുള്ളത്? ബഹുമാന്യനായ ഹുസൈൻ സലഫി തയ്യാറാണ്. ബഹുമാന്യനായ KK സക്കരിയ സ്വലാഹി തയ്യാറാണ്. എല്ലാവരും തയ്യാറാണ്. ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ. എന്നിട്ട് ഇപ്പോഴും പ്രശ്നം നമ്മളൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്ന രൂപത്തിലാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞങ്ങള് ഒരു പത്രസമ്മേളനം നടത്തി. നേതൃത്വത്തിനെതിരൊന്നും പറഞ്ഞിട്ടില്ല. കേസ് കൊടുത്തോ? ഇല്ല, കേസ് കൊടുക്കാനും പോയില്ല. 10,000 ആളുകൾ കണ്ടും നേരിട്ടും ഫോണിലൂടെയും വിളിച്ചു പറഞ്ഞു, കേസ് കൊടുക്കണം. ഉറപ്പാണ്. കേസ് കൊടുത്താൽ KNM-ന്റെ ഭരണഘടന അനുസരിച്ച് പ്രൊസീജിയറുകൾ പാലിക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ഈ തീരുമാനം നിലനിൽക്കുകയില്ല. പക്ഷേ ഒരു ധാർമ്മികത സ്വീകരിച്ചുകൊണ്ട് ഒരു മാതൃസംഘടനക്കെതിരിൽ ഒരു കേസിന് പോകുന്ന ശൈലി ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെയും ഞങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത്. മുതലക്കുളത്തോ ബീച്ചിലോ ആളുകളെ വിളിച്ചുകൂട്ടി ഇത് ഞങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പെന്തേത് പറയാൻ കാരണം? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പെന്തേത് പറയാൻ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വം തന്നിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അത് അവർ ലംഘിച്ചു. എന്താണ് ആ വാക്ക്? ഞങ്ങളോട് പറഞ്ഞിരുന്നു 1-2 പ്രാവശ്യം ഞങ്ങളെ ഔദ്യോഗികമല്ലാതെ PK അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് വിളിച്ചിരുന്നു. അതിന് ഞങ്ങൾ പോയി. വിളിച്ചപ്പോഴും യോഗത്തിൽ സംസാരിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നാളെ മറ്റന്നാൾ ISM-നെതിരെ നടപടിയെടുക്കുകയും ആ നടപടിയുടെ നാൾ വഴിയായി ഇത് നിങ്ങൾ എണ്ണുകയും ചെയ്യുമോ? ഈ യോഗത്തെ എണ്ണുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇത് സൗഹൃദമായ ഒരു സംഭാഷണം മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവരെന്ത് ചെയ്തുവെന്നോ, ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 13-ാം തീയതി CD ടവറിൽ ബഹുമാനായ TP-യും M മുഹമ്മദ് മദനിയും കുട്ടികൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു. എന്തിനാ ISM-നെയും MSM-നെയും പിരിച്ചുവിട്ടതെന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞപ്പോ പറയാണ്,
PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ അവരെ വിളിച്ച് സംസാരിച്ചു. ഒരുപാട് തവണ അവരെ ഉപദേശിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്തു, ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. അതൊക്കെ ധിക്കാരം കാണിച്ച് അവർ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് എത്തിയത്. ഞങ്ങൾക്ക് തന്ന വാക്ക് ലംഘിച്ചു. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഇനി അതിനായി വിശദീകരണങ്ങൾ വെക്കുമ്പോ അത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. എന്താണ് ആ യോഗങ്ങളിലൊക്കെ നടന്നത്, കാര്യങ്ങൾ പറയാനുണ്ട്. അത് ലോകം മുഴുവൻ വൈറസിലും കൊടുത്തുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. പിന്നെ എന്റെ നാട്ടിൽ തന്നെ വന്ന് അബ്ദുറഹ്മാൻ സലഫി അവിടെ മുഖാമുഖം നടത്തിയപ്പോൾ 1 മണിക്കൂർ സമയം ISM-നെയും MSM-നെയും ഒരുപാട് ഉപദേശിച്ചിട്ട് നേരാകാത്തത് കൊണ്ടാണ് അവരെ പിരിച്ചുവിട്ടത് എന്ന് ഇല്ലാക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഈ 2 സംഭവം നടന്ന് ഇപ്പോഴും അത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഈ വിഷയം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഈ സംഘടനയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ജനങ്ങളോട് പറയാനുള്ള വിഷമം കൊണ്ടന്നെ, വല്ലാത്ത വിഷമം കൊണ്ടന്നെ. പക്ഷേ ഇത് ഏകപക്ഷീയമായി നാട് മുഴുവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ക്ഷമിച്ചിട്ടും ആ ക്ഷമക്ക് ഒരു കാരുണ്യം കാണിക്കുന്നതിന് പകരം ഞങ്ങളെയൊക്കെ പുറത്താക്കി മരവിപ്പിച്ചു നിർത്തിയിട്ട് നിങ്ങൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടും ഈ രൂപത്തിൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ വസ്തുത ഞങ്ങൾ പറയുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചതും ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതും. ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടങ്ങളിലൊക്കെ സംഭവിച്ചത് എന്ന് എല്ലാവരെയും കൃത്യമായി പഠിപ്പിക്കാൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് വരും ദിവസങ്ങളിൽ നടക്കും. കേരളം തിരിച്ചറിയും ഇവിടെ ജിന്നാണോ പ്രശ്നം, ഇവിടെ അന്ധവിശ്വാസത്തിലേക്ക് പോയതാണോ പ്രശ്നം, അതോ ചില ആളുകളുടെ മനസ്സിലുള്ള ചില തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഈ പരിഭാവനമായ സംഘടനയെ കൂട്ടുപിടിച്ചതാണോ പ്രശ്നം എന്ന് വരും ദിവസങ്ങളിൽ കേരളക്കര തിരിച്ചറിയും. ഇല്ല, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതിന്റെ തിരിച്ചറിവിലാണ്. മടവൂർ വിഭാഗം 10 വർഷം മുമ്പ് പോയപ്പോ അവര് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനേക്കാളും വേഗത്തിലാണ് ഇപ്പോൾ ഔദ്യോഗിക സംവിധാനവും ഓഫീസും എല്ലാം കയ്യിലുണ്ടായിട്ടും ഇവർ തളർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്ന് ആ തളർച്ചയിലേക്ക് പോകുന്നത് അതിന്റെ അടയാളങ്ങൾ നമുക്കറിയാം. വാദങ്ങൾ മാറ്റി പറയേണ്ടി വന്നു. പ്രോഫ്കോൺ നടക്കില്ലെന്ന് പത്രത്തിൽ വരെ കൊടുത്തിട്ടും ആ പ്രോഫ്കോൺ ഭംഗിയായി മലപ്പുറത്ത് നടന്നു. അതുപോലെ തന്നെ മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞിരുന്ന അക്ബർ സാഹിബിനെ പോലെ ഹനീഫ മൗലവിയെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ തൊട്ടപ്പോൾ മുന്നിൽ മറ്റുള്ള ആളുകളെ നിർത്തി പിന്നിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അല്ലെ, അക്ബർ സാഹിബ് സമ്മേളനത്തിൽ വിഷ്ണു പരാമർശം നടത്തി. അതിനെതിരെയുള്ള മറുപടി പല ആളുകളും പറഞ്ഞപ്പോൾ അതിനെ വിശദീകരിക്കാൻ അക്ബർ സാഹിബിന് മുന്നോട്ട് വരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വേറെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന് നിശ്ചയിലുള്ള വേറൊരു പ്രവർത്തകന്റെ പേരിൽ 6 or 7 പേജുള്ള ഒരു കത്ത് നെറ്റിൽ കൊടുത്തുകൊണ്ട് അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ധീരമായ ആയിരങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിന് നേരെ വന്നിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്ന അക്ബർ സാഹിബിന് എന്തേ ഈ വിഷയം വന്നപ്പോൾ പിന്നിൽ നിൽക്കേണ്ടി വന്നത്? അതേ വസ്തുതകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് സംവാദങ്ങൾക്ക് മുന്നിൽ നിന്ന അനീഫ് കായക്കൊടിക്കന്തിയെ ഇതുവരെ മടവൂരി ചാരനായിരുന്ന നാസർ സുല്ലമയ്ക്ക് കിതാബ് കൊടുത്തൊടുക്കേണ്ടി വരുന്ന, അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് വന്നു? ഇത്ര പെട്ടെന്ന് ഇത് ഗ്രാഫ് താഴേക്ക് വരുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലേ, സംവാദം കഴിഞ്ഞു. സംവാദത്തിൽ ഓല് വളരെ കാര്യമായി പറയാൻ വിചാരിച്ചിരുന്നത് ഇവർക്ക് ആയത്തില്ല, ഇവർക്ക് തെളിവില്ല, ഇവർക്ക് സലഫി മൻഹജിന്റെ പിൻബലമില്ല, ഇവർക്ക് പ്രമാണമില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കാത്തു വന്നതാണ്. എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു. ആയത്ത് ചോദിച്ചപ്പോൾ ആയത്ത് പറഞ്ഞു, തഫ്സീർ ചോദിച്ചപ്പോൾ തഫ്സീർ പറഞ്ഞു, എല്ലാം കൃത്യമായി പറഞ്ഞു. ധരളി പിടിച്ചു. പടച്ചോനെ ആയത്തോതിയല്ലോ, ഇനി എന്താ പറയാ? അപ്പോഴാണ് കാന്തപുരത്തിന്റെ പോലെ ആയത്തോതി എന്ന് പറഞ്ഞിപ്പോ പറയണത്. അതും നമുക്ക് വേറൊരു ഗുണാണ്. എന്താ, ആളുകൾ ഈ CD നല്ലോണം കേൾക്കും. ആ ആയത്ത് ഏതാ, അതെങ്ങനെ ഓതിയത്, അതിന്റെ തഫ്സീർ എന്താ? പഠിക്കട്ടെ ജനങ്ങൾ, ഒന്നും ഇവിടെ സംഭവിക്കൂല. എല്ലാവരും കാണണം, ആവർത്തിച്ച് കാണണം, ആയത്ത് പഠിക്കണം, തഫ്സീർ പഠിക്കണം. തീരട്ടെ വിഷയം. മഞ്ഞുരുകുന്നതിനും വേഗത്തിൽ ഇതാ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങൾ ആളുകൾക്ക് വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പൊ എല്ലാ പിടിയും വിട്ടപ്പോ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ മഞ്ചേരിയിൽ കണ്ടത്. നിങ്ങൾ കണ്ടില്ല, ഇന്നലെ പത്രത്തിൽ വായിച്ചില്ലേ? എന്താ മഞ്ചേരിയിൽ പത്രവാർത്ത വായിച്ചാൽ തോന്നും എന്ത്, അവിടെ ഫൈസൽ മൗലവി പോയിട്ട് ആ മിമ്പർമ പ്രശ്നമുണ്ടാക്കി പള്ളി പൂട്ടിച്ചു എന്നുള്ള രൂപത്തിലാണ് പത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? അവിടെ ഇസ്ലാഹി ക്യാമ്പസിന് വർഷങ്ങൾ
വർഷങ്ങളായി 4-5 വർഷങ്ങളായി ഭരണം നടത്തുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൃത്യമായി ഭരണം നടത്തിക്കൊണ്ടുപോവുകയാണ്. അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് അവര് തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഖത്തീബുണ്ട്. അയാളെ ശാശ്വതമായി നിശ്ചയിച്ചതുമല്ല, താൽക്കാലികമായി നിശ്ചയിച്ചതാണ്. അവിടെ ഖുതുബ പറഞ്ഞിരുന്നത് ഈ ഉള്ളവനായിരുന്നു. എനിക്ക് സ്കൂളിൽ നിന്ന് എത്താൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ പകരം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏതാനും വർഷമായി പറയുന്നുണ്ട് എന്ന് മാത്രം. എന്നാൽ അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ മാറ്റാനും ആദ്യം ശ്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ വിഷയങ്ങളിലുള്ള നിലപാടുകളിൽ ഈ അന്ധവിശ്വാസ പ്രചാരണത്തിന്റെ ആളുകളാണ് നമ്മളെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുകയും അതിന്റെ ഒരു വക്താവായി രംഗത്ത് വരികയും ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മുടെ അവിടുത്തെ കമ്മിറ്റി കൂടിയിരുന്ന് ആ കാര്യം തീരുമാനിച്ച് അദ്ദേഹത്തോട് മാന്യമായി പറഞ്ഞു, എന്ത്, ഞങ്ങളെ കമ്മിറ്റി കൂടിയിട്ടുള്ള ചർച്ച ഇനി അടുത്ത ആഴ്ച മുതൽ ഫൈസൽ മൗലവി വരണം എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വരണ്ട എന്നുള്ള വിവരം ഔദ്യോഗികമായി അറിയിച്ചു. അറിയിച്ചു. എന്താ ചെയ്യേണ്ടത്? ശരിക്ക് ഒരു കമ്മിറ്റി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ വരണം, ആ കമ്മിറ്റി വരണ്ട എന്ന് പറയുമ്പോൾ വരാതിരിക്കണം. അതാണ് ശരിക്കും മാന്യമായി ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചില ആളുകളെ തട്ടിക്കൂട്ടി. പോലീസ് സ്റ്റേഷനിൽ ആ ആളുകൾ പോയി പരാതി കൊടുത്തു. എന്നിട്ട് ഇന്നതാ ഇവിടെ ഇസ്ലാഹി ക്യാമ്പസിന് പ്രശ്നം ഉണ്ടാവുമെന്ന് വരുത്തി തീർത്തു. എന്നിട്ട് ഫൈസൽ മൗലവി ഖുതുബക്ക് കയറാനുള്ള ഒരുക്കവുമായി അദ്ദേഹം അവിടെ നേരത്തെ ക്ഷണിച്ചത് പ്രകാരമുണ്ട്. അത് നടക്കാനിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബഹളം, സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നു. ഉടൻ പോലീസ് പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസ് ഉള്ളിൽ കയറുന്നു. ബഹളമാണ്, പ്രശ്നമാണ്, എല്ലാവരും പുറത്തു പോകണമെന്നാണ്, പുറത്താക്കുന്നു. ഇന്നിവിടെ ഖുതുബയില്ല. നോക്കിങ്ങള്, യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. എന്നിട്ട് പത്രത്തിൽ വന്നതോ ഫൈസൽ മൗലവി അവിടെ ചെന്നുകാണ്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രൂപത്തിലാണ് പത്രത്തിൽ വന്നത്. അതിന്റെ മറിച്ച് യഥാർത്ഥ വസ്തുത ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള പല എഡിഷനുകളിലും അത് എത്തിയിട്ടില്ല എന്ന് മാത്രം മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, എത്ര മിമ്പറുകളിൽ നിന്ന് ഏകപക്ഷീയമായി ഇതിന്റെ പ്രബോധകന്മാരെ പുറത്താക്കിയിട്ടുണ്ട്. ബഹുമാന്യനായ ഫൈസൽ മൗലവിയെ തന്നെ അദ്ദേഹത്തിന്റെ മിമ്പറിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ പോയോ? പരാതി കൊടുത്തോ? ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അവിടെ ബഹളമുണ്ടാക്കിയോ? ഇല്ല. അദ്ദേഹം ശാന്തമായി അടുത്ത വെള്ളിയാഴ്ചയും 1ാമത്തെ സഫിൽ വന്നിരുന്നു, ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. അവിടെ KC മുഹമ്മദ് മൗലവി കയറി ഖുതുബ പറഞ്ഞു, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സംഭാഷണം നടത്തി. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്ത്. ഒന്നും അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല. എന്നിട്ട് നോക്കി നിങ്ങൾ, അതേപോലെ തിരൂർ പള്ളിയിൽ നിന്ന് നമ്മുടെ സുഹൃത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കി വേറൊരാളെ വെച്ചു. അതുപോലെ തന്നെ പല പള്ളികളിലും അങ്ങനെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഈ രൂപത്തിലുള്ള കലാപം നമ്മളാരെങ്കിലും ഉണ്ടാക്കിയോ? ആരുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു സെക്രട്ടറി മേലെന്നൊരു കത്ത് വന്നിട്ട് ആ സെക്രട്ടറിയാണ് ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നടപ്പാക്കുന്നത്. ഒരു ശൂറ കൂടിയിട്ടൊന്നല്ല പല സ്ഥലങ്ങളിലും ചെയ്യുന്നത്. ഇത് അവിടെയുള്ള കമ്മിറ്റി ശരിയായ രൂപത്തിൽ ശൂറ ചെയ്തെടുത്തൊരു തീരുമാനത്തെ നടപ്പാക്കിയതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തലയിക്കിടുകയാണ്. ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അപ്പോ പരിശുദ്ധമായ മിമ്പറുകളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയം ആളിക്കത്തിക്കുവാനുള്ള മോശമായ ഒരു ശ്രമത്തിലേക്കാണ് പോകുന്നത്. പ്രോഫ്കോൺ മുടക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഈ ശൈലി ഒരിക്കലും തന്നെ ഇത് പരാജയത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴുള്ള ഒരു വെപ്രാളത്തിന്റെ ശൈലിയാണ് കാണുന്നത്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഇത് ഇൻഷാ അല്ലാഹ് ഈ പ്രതിസന്ധി നല്ല രീതിയിൽ തന്നെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധീരമായി നമ്മൾ മുന്നോട്ട് പോകണം. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ ഇതാ ഗംഭീരമായ പ്രബോധന പ്രവർത്തനങ്ങൾ, ഇൻസൈറ്റ് എക്സിബിഷനുകൾ നടക്കുന്നു, QHLSകൾ. ഇൻഷാ അല്ലാഹ് ഈ വേനൽക്കാലത്ത് നമ്മുടെ മക്കളുടെ MSMന്റെ കേരളത്തിലുള്ള മോറൽ സ്കൂളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സജീവമായ പരിഗണനയിൽ ഉണ്ടാകണം, അതിൽ ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ ഈ ദഅവാ പ്രവർത്തനങ്ങൾ അണമുറിയാതെ നമ്മൾ ഇതിനോടൊപ്പം പോവുക. ആരോടും നമുക്ക് ദേഷ്യമില്ല. നമുക്ക് നമ്മുടെ പരലോകത്ത് മോക്ഷം ലഭിക്കണം. മരവിപ്പിച്ച് നിർത്തിയാൽ നമ്മുടെ ദഅവത്ത് നമുക്ക് മരവിച്ച് നിൽക്കാൻ പറ്റൂല. കാരണം അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ട വിഷയമാണിത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് KNMന്റെ സംസ്ഥാന കൗൺസിലിന് അപ്പീൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുവരെ ഞങ്ങൾ ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇൻഷാ അല്ലാഹ് സജീവമായി മുന്നോട്ട് പോകും. വിഷയങ്ങൾ പഠിക്കുക. ബഹുമാന്യനായ ഹുസൈൻ സലഫി നമ്മളോട് സംസാരിക്കുന്നു. മുഴുവൻ കേൾക്കുക, അവസാനം വരെ ശ്രവിക്കുക, ആശയങ്ങൾ പഠിക്കുക, സംശയങ്ങൾ തീർക്കുക, ഒരു മയ്യായി ഒരേ മനസ്സായി മുന്നോട്ട് പോവുക. പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ആ സ്വർഗത്തിൽ പോകുന്ന മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.